ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വെറുതെ പറഞ്ഞതാണ്, വലിയ കാര്യമൊന്നും ഇല്ലാന്ന്. ഏകദേശം 1 മാസം 2 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ആ പെണ്ണും പിള്ള മറക്കും. നമുക്ക് നമ്മുടെ പരിപാടി വീണ്ടും തുടങ്ങാം. വീണ്ടും അവർ വിരട്ടും. അത് കഴിഞ്ഞാൽ 1 മാസം റെസ്റ്റ് എടുക്കാം, എന്നിട്ട് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിക്കുന്ന സംഘിക്കുട്ടന്മാരെ, ഇത് ചെറിയ കളിയല്ല. ഇത് ഇത്തിരി കാര്യം കൂടുതലായിട്ടുള്ള കളി തന്നെയാണ്. നിങ്ങൾക്ക് നല്ല മുട്ടൻ പണി വരാൻ വേണ്ടി പോവുകയാണ്. ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമി പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ആപ്പീസ് പൂട്ടുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, നിങ്ങൾ മുൻപ് ഷെയർ ചെയ്ത, മുൻപ് നിങ്ങൾ കമന്റ് ചെയ്തിട്ടുള്ള, അഥവാ നിങ്ങൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മതവിദ്വേഷങ്ങൾ, ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ പ്രചരണങ്ങൾ, ഇതിനെയൊക്കെ വളരെ വ്യക്തമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് UAE രാജകുടുംബാംഗമായിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമി വളരെ വ്യക്തമായ ഒരു സജ്ജീകരണം തന്നെ നടത്തിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ നിങ്ങളെ വീക്ഷിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ വിദ്വേഷം പുലർത്തുന്ന പോസ്റ്റുകളുടെ ഒരു വലിയ ശേഖരണം തന്നെ ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ നിന്നായിരിക്കും വളരെ വ്യക്തമായ ഒരു അന്വേഷണം ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമി നടത്തുക. അങ്ങനെ വളരെ വ്യക്തമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഐഡികൾ ലഭിക്കും. ഈ ഐഡികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ട് നിലവിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ജോലി സ്ഥാപനങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ ലെറ്റർ പോവുകയും നിങ്ങളുടെ വിദ്വേഷ പരാമർശത്തിനെതിരെ ഗവൺമെന്റിന്റെ നടപടി വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കകത്ത് കിടക്കാം, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് നേരെ നാട്ടിലേക്ക് വരാം. നാട്ടിൽ നിങ്ങൾക്ക് വളരെ ദുഃഖത്തോടു കൂടി തന്നെ കഴിയാമെന്നുള്ള വിവരം വളരെ വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുകയാണ്. പറഞ്ഞു വരുന്നത്, അറബ് ലോകം നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് പഴയതുപോലെ ഒരാൾ പ്രചരിപ്പിക്കുന്നു, അയാളെ പിടിച്ചകത്തിടുന്നു, വീണ്ടും മറ്റൊരാൾ പ്രചരിപ്പിക്കുന്നു, അയാളെ പിടിച്ചകത്തിടുന്നു. ആ ഒരു ഫോർമാറ്റേ അല്ല. മറിച്ച് ഇനി ആരും പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതിനാൽ നേരത്തെ പ്രചരിപ്പിച്ച ആളുകളെ തേടിപ്പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഇത്തരം മതവിദ്വേഷ പ്രചരണങ്ങളിൽ ഒരു ചെറിയ ഇടിവ് സംഭവിക്കുമെന്നുള്ള ഒരു കരുതൽ തന്നെയാണ് UAE രാജകുടുംബാംഗമായിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിൻത് ഫൈസൽ അൽ ഖാസിമിക്കുള്ളത്. അവർ ഒട്ടും പിന്നിലേക്കല്ല പോകുന്നുള്ളത്. അവർ വളരെ കൃത്യമായ രീതിയിൽ ഗാന്ധിജിയെ കുറിച്ച് സംസാരിക്കുന്നു. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ട്വീറ്റ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തുന്നതിലൂടെ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ മതവിദ്വേഷം പുലർത്തുന്നവർക്ക് വളരെ തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികളും നൽകാനുള്ള തീരുമാനം തന്നെയാണ് UAE നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും സംഘികളെ, കൊറോണ കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഗോവിന്ദയാണ്. ദയവ് ചെയ്തിട്ട് വിദ്വേഷ പരാമർശങ്ങളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.